അതുപോലെ ഇപ്പൊ അവിടെ ചില കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോക്ലോർ അക്കാദമി, സ്വകാര്യ കളരി കേന്ദ്രങ്ങൾ, കളരിപ്പയറ്റ്, സംസ്കൃതം, തിയോളജി, ഇങ്ങനെയുള്ള ചില കോഴ്സുകൾ VC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ അത് ഒരു പഠനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ആലോചന വേണം. അതുപോലെ സർവകലാശാലയുടെ പഠന വകുപ്പുകളുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുകയും അനുവദിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും നമ്മുടെ സർവകലാശാല കൊടുക്കുന്ന ബിരുദങ്ങളുടെ ഒരു മൂല്യത്തെ തന്നെ ഇല്ലാതാക്കാനും അതുപോലെ വലിയ അഴിമതിക്കും ഇടയാക്കും എന്നുള്ള ഒരു ആശങ്കയാണ് നിലവിലുള്ള സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ളത്. സർവകലാശാല വൈസ് ചാൻസലറുടെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ കുറച്ചാളുകളുടെയും ഒരു വ്യക്തിപരമായ നേട്ടങ്ങൾക്കുള്ള വേദിയായിട്ട് യൂണിവേഴ്സിറ്റിയെ മാറ്റുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനുള്ളത്. ഞങ്ങള് വൈസ് ചാൻസലറുടെ മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ആവശ്യങ്ങൾ എന്നുള്ളത്. പൊതുസമൂഹത്തിനോട് പറയേണ്ടതിന്റെ ബാധ്യത വരുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല. അപ്പൊ പുതിയ സിൻഡിക്കേറ്റ് വരുന്നതിന് അദ്ദേഹം കാത്തിരിക്കുകയാണോ നമുക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ പറയാതെ പോയാൽ നിലവിൽ ഇപ്പോ ഉള്ള സിൻഡിക്കേറ്റ് നമ്മളതാണ്. നമ്മളെ കാലത്ത് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ നമ്മുടെ അറിവില്ലാതെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പാകെ അത് അറിയിക്കേണ്ടതുണ്ട്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത് ഒരു ഏകാധിപത്യപരമായിട്ടുള്ള നിലപാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പ്രവീൺ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ അടിയന്തരമായി റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സർവകലാശാലയുടെ നിലവിലുള്ള ഒരു ഏകപക്ഷീയമായ രീതി, അവിടെ കൺട്രോളറുടെ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞു, പുതിയ ആള് വന്നിട്ടുള്ള അത് ചാർജാണ്. DSSന്റെ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞു, അദ്ദേഹത്തിനും ഡെപ്യൂട്ടേഷൻ നീട്ടി കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് അതും ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭരണസ്തംഭനത്തിന്റെ അവസ്ഥ അത് മാറ്റി സിൻഡിക്കേറ്റുമായും മറ്റ് സമിതികളുമായിട്ടും ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ടാവണം. ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പത്രസമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ള വിഷയങ്ങൾ.